2004 പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന ആനിമയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മലയാള എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 74 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനൊരു 7 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ സ്റ്റോറി മൊത്തം നടക്കുന്നത് ജർമ്മനിയിലാണ്. പണ്ട് കാലത്തെ ജർമ്മനിയാണ്. ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയൊക്കെ ആയിട്ട് ഡിവൈഡ് ആയിട്ടുള്ള ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ആദ്യം പോകുന്നത് ഈസ്റ്റ്ലർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മനിയിൽ തന്നെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെയാണ് നമ്മുടെ മെയിൻ ആളുള്ളത്. കെൻസോ എന്നാണ് ഇയാളുടെ പേര്. കെൻസോ ഒരു ജപ്പാനീസുകാരനാണ്. അതേപോലെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ന്യൂറോ സർജൻ കൂടിയാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഈസി ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തു വിടും. അദ്ദേഹത്തിന്റെ ഈ സ്കില്ലിനെ കുറിച്ച് ബാക്കിയുള്ള ഡോക്ടർമാർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു ദിവസം രാത്രി ജർമ്മനിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓപ്പറ സിംഗറിന്റെ ഒരു ഓപ്പറേഷൻ അദ്ദേഹം ചെയ്ത് സക്സസ്ഫുൾ ആക്കി വിടും. അങ്ങനെ ഒരു കാര്യം ഇവിടെ വെച്ച് സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് കെൻസോന്റെ വീട്ടിലേക്കാണ്. അവിടേക്കാണ് കെൻസോന്റെ ഗേൾ ഫ്രണ്ട് വരുന്നത്. ഏവ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. സാധാരണ ഒരു പെൺകുട്ടിയല്ല. ഏവ എന്ന് പറയുന്നത് ഈസ്റ്റ്ലർ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറിന്റെ മകളാണ്. ഊഡോ ഹൈൻമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഹോസ്പിറ്റലിന്റെ തന്നെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് കെൻസോയും ബാക്കിയുള്ള ഡോക്ടർമാരെല്ലാവരും. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ മകളിനെയാണ് കെൻസോ ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ടി വിയിൽ 2 ന്യൂസ് വരും. അതിൽ ആദ്യത്തെ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് ബെർലിൻ വാളൊക്കെ ഉള്ള സമയത്താണ് സ്റ്റോറി ഉള്ളതെന്ന്. വെസ്റ്റ് ജർമ്മനിയാണ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ജർമ്മനി. അവിടെയാണ് ഇപ്പൊ നമ്മുടെ കഥയൊക്കെ നടക്കുന്നത്. അപ്പൊ ഈസ്റ്റിൽ നിന്നും ലീബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ജർമ്മനിയുടെ ട്രേഡ് കമ്മീഷൻ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഒരാള് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അഭയാർത്ഥികളെ പോലെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവർക്ക് 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ട്വിൻസ് ആണ് ഇവര്. ഈ കാര്യം നോട്ട് ചെയ്യണം. അപ്പൊ ഇവര് വന്ന് അവരുടെ ഒരു പ്രസ് മീറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഈ ടി വിയിൽ ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അടുത്തൊരു ന്യൂസ് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈൻമാൻ ഉണ്ടല്ലോ, ഡയറക്ടർ ഹോസ്പിറ്റലിന്റെ, ഈ തലേ ദിവസം ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറിന്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു, അത് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ചെയ്തത് കെൻസോ ആണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മൊത്തം എടുക്കുന്നത് ഹൈൻമാൻ ആണ്. ഞാൻ ഓവർലുക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയത്, ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് ഹൈൻമാൻ ഒരു പ്രസ് മീറ്റ് വിളിച്ച് പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴും കെൻസോയ്ക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഒരു ഡോക്ടർ അല്ലേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് സക്സസ് ഉണ്ടായാലും അത് ഡയറക്ടറിന്റെ തന്നെയാണ്. അപ്പോഴാണ് ഏവ ഒരു കാര്യം പറയുന്നത്, ഗേൾഫ്രണ്ട് ഒരു കാര്യം പറയുന്നു. എന്റെ അച്ഛൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചെയർമാൻ ഓഫ് ദ ബോർഡ് ആവും. ഡയറക്ടറിന്റെ മോളിലുള്ള സ്ഥാനമാണ് ബോർഡിലെ ചെയർമാൻ എന്നുള്ള സ്ഥാനം. അതായി കഴിഞ്ഞാൽ നിനക്ക് ഉടനെ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടും. ചീഫ് ഓഫ് സർജറി ആയിട്ട്. ചീഫ് ഓഫ് സർജറി ആയി കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്ഥാനം കിട്ടാൻ പോകുന്നത് ഡയറക്ടറിന്റെ പൊസിഷനാണ്. അപ്പൊ എല്ലാം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നീ ആയിരിക്കും അടുത്ത ഡയറക്ടർ എന്നുള്ള കാര്യം പറയും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവള് ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് നമുക്ക് ഈ ഫസ്റ്റ് 2-3 ഡയലോഗിൽ തന്നെ കാര്യം മനസ്സിലാവും. അങ്ങനെ അടുത്ത ദിവസം കെൻസോ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ പുതിയൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുന്നു. ഡോക്ടർ ബെക്കർ എന്നാണ് ഇയാളുടെ പേര്. ഒരു തമാശയൊക്കെ പറയുന്ന ഒരാളാണ്. ഇയാള് തമാശ രീതിയിൽ പറയും, കെൻസോ നീ സൂക്ഷിച്ചോ, നീ ചെയ്ത കാര്യത്തിനൊക്കെ അദ്ദേഹം ക്രെഡിറ്റ് എടുക്കുകയാണ്, ഇത് അത്ര നല്ലതൊന്നും അല്ല, പക്ഷെ നിനക്ക് നല്ലതാണ്, നീ അദ്ദേഹത്തിന്റെ മോളെയല്ലേ ഡേറ്റ് ചെയ്യുന്നത്, അപ്പൊ നിന്നെ അദ്ദേഹം വേഗം പ്രൊമോട്ട് ചെയ്യും, നീ ഡയറക്ടറോ ചീഫ് ഓഫ് സർജനൊക്കെ ആയി കഴിഞ്ഞാൽ എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോവും. അപ്പൊ ഈ ഓരോ ചെറിയ കാര്യങ്ങളും കെൻസോന്റെ മനസ്സൊന്ന് ഇളക്കുന്നുണ്ട്. അതാണ് നമ്മൾ വിളിച്ച് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കെൻസോ ഈ ഹോസ്പിറ്റലിലെ ഒരു സൈഡിൽ ഒരു അമ്മയും മകനും ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത് കാണും. അപ്പൊ ഈ അമ്മയും മകനും ഓടി വന്ന് കെൻസോന്റെ അടുത്ത് ദേഷ്യപ്പെടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ആ ഫേമസ് ആയിട്ടുള്ള സിംഗറിന്റെ ഓപ്പറേഷൻ വെച്ചല്ലോ, അതിന് മുന്നേ നടത്തേണ്ടിയിരുന്ന ഓപ്പറേഷൻ ആണ് ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്ന സ്ത്രീന്റെ ഭർത്താവിന്റെ. ഈ കെൻസോ ശരിക്കും ചെയ്യേണ്ടിയിരുന്ന ഓപ്പറേഷൻ ഇവരുടെ ഭർത്താവിൻ്റെതാണ്. ഇവരിനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഫേമസ് ആയിട്ടുള്ള ആളുടെ ഓപ്പറേഷൻ ആദ്യം ചെയ്യുകയായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് സമയത്തിന് ഓപ്പറേഷൻ മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ട് ഇവരുടെ ഭർത്താവ് മരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കെൻസോന്റെ അടുത്ത് പറയും. അപ്പൊ കെൻസോനും അറിയ ഈ കാര്യങ്ങൾ ശരിയാണല്ലോ, എനിക്ക് ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ വേറെയാണല്ലോ, എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കുറ്റബോധം മനസ്സിൽ വരും. അപ്പൊ വീണ്ടും ആ ദിവസം രാത്രി ഏവന്റെ അടുത്തൊരു ഡേറ്റിന് പോവുകയാണ് കെൻസോ. അപ്പൊ ഈ കുറ്റബോധം മനസ്സിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഏവയോട് പറയും, എനിക്ക് അയാളെ സേവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം പറയും. അപ്പൊ ഏവ പറയും, എല്ലാ ആൾക്കാരും ഒരേപോലെയൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ചില ആൾക്കാരെ നമുക്ക് രക്ഷിക്കേണ്ടി വരും, ചില ആൾക്കാർ മരിക്കേണ്ടി വരും, അതിനിപ്പോ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറയും. ഏവന്റെ സ്വഭാവം നമുക്കിപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഏവനെ ഡ്രോപ്പ് ചെയ്യാൻ വീട്ടിലേക്ക് കെൻസോ പോവുകയാണ്. അവിടെ നമ്മുടെ ഹൈൻമാൻ ഉണ്ട്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരും കല്യാണം ഏകദേശം ഉറപ്പിച്ചതാണ്. കെൻസോ പ്രപ്പോസലൊക്കെ കഴിഞ്ഞ റിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. കെൻസോ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്
നമ്മൾ പറഞ്ഞു. അപ്പൊ കെൻസോ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ്. ആ ഒരു സമയത്ത് ഹൈനമാൻ പറയും, നിന്റെ റിസർച്ച് ഇല്ലേ അതൊക്കെ നീ നിർത്തിക്കോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കൺവെൻഷൻ വരുന്നുണ്ട്, അതിന് എനിക്കൊരു സ്പീച്ച് റെഡിയാക്കണം, അത് നീ വേണം ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് മതി റിസർച്ച് ഒക്കെ എന്നുള്ള കാര്യം പറയും. എന്നെ യൂസ് ചെയ്യാണോ ഇയാളും ഇയാളുടെ മകളും എന്ന് ഒരു തോന്നല് കെൻസോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കെൻസോന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ലീബർട്ട് ഫാമിലി ഉണ്ടല്ലോ, ഈസ്റ്റ് നിന്ന് വെസ്റ്റിക്ക് വന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്കൊന്ന് പോവാം. ആ ദിവസം രാത്രി ആ വീട്ടിൽ ഒരു ആക്സിഡന്റ് നടക്കുകയാണ്. ഗൺ ഷോട്ട്സിന്റെ സൗണ്ട് കേട്ടിട്ടാണ് പോലീസ് അങ്ങോട്ട് ചെല്ലുന്നത്. ലീബർട്ട് ഫാമിലിയിലെ അച്ഛനും അമ്മയും മരിച്ചിരിക്കുന്നു, മകന് വെടി കൊണ്ടിട്ടുണ്ട്, മരിച്ചിട്ടില്ല, ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്. ഡോക്ടർക്ക് ഒരു കുഴപ്പമില്ല, ഡോക്ടർ ആകെ ഒരു ഷോക്ക് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഇരട്ടകളാണെന്ന് നമ്മൾ പറഞ്ഞു, രണ്ടുപേർക്കും ഒരേ പ്രായമാണ് ഉള്ളത്. ഇവരിനെ നേരെ കൊണ്ടുവരുന്നത് കെൻസോന്റെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. അപ്പൊ എമർജൻസി ഓപ്പറേഷൻ ചെയ്യാൻ കെൻസോ തന്നെ വരണം. അപ്പൊ കെൻസോ വന്നിട്ട് ആ ഒരു പയ്യനുണ്ടല്ലോ, പയ്യന് വെടി കൊണ്ടിട്ടുണ്ട്, അപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യണം, അപ്പൊ അതിന് വേണ്ടി റെഡി ആവാൻ പറയും. ആ ഷോക്ഡ് ആയിട്ടുള്ള പെൺകുട്ടിനെ നോക്കാൻ പോകുമ്പോൾ ആ പെൺകുട്ടി കിൽ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം കണ്ടിട്ട് പേടിച്ച് ഇങ്ങനെ പിച്ചും വേയും പറയുന്ന പോലെയാണ് ഉള്ളത്. ആ പയ്യന്റെ ഓപ്പറേഷന് വേണ്ടി കെൻസോ റെഡി ആവും. അപ്പോഴാണ് ഹൈനമാന്റെ ഒരു ഓർഡർ വരിക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ സമയത്ത് ആ സ്ഥലത്തെ മേയറിന് ഒരു സീരിയസ് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് ബ്രെയിനിൽ വന്നിട്ടുണ്ട്. അർജന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ വേണം, ആര് ചെയ്താലും ശരിയാവില്ല, കെൻസോ തന്നെ ചെയ്യണം. ഡയറക്റ്റ് ഹൈനമാൻ തരുന്ന ഒരു ഓർഡർ ആണിത്, ഇതെന്തായാലും ചെയ്യണമെന്ന് ബാക്കിയുള്ള ഡോക്ടർമാര് കെൻസോന്റെ അടുത്ത് പറയും. അങ്ങനെ ഹൈനമാൻ നേരിട്ട് കെൻസോനെ വിളിച്ച് പറയുകയാണ് ഈ കാര്യം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേയർ ഉണ്ടല്ലോ, മേയർ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് സബ്സിഡീസും കുറച്ച് ആനുകൂല്യങ്ങളും വലിയൊരു ഫണ്ടിങ്ങും തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ ഇയാൾ മരിക്കാൻ പാടില്ല, ഇയാളിനെ നമുക്ക് ആവശ്യമുണ്ട്, ഇയാൾ ഉണ്ടെങ്കിലേ നമ്മുടെ ഹോസ്പിറ്റലിന് നല്ലൊരു ഭാവി ഇനി ഉണ്ടാവുള്ളൂ, നീ എന്ത് കാരണം കൊണ്ടും ആ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയും. അപ്പൊ കെൻസോ ഈ 2-3 ദിവസമായിട്ട് ഈ ആകെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അതായത് ഒരാളെ രക്ഷിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരിനെയും ഈ വലിയ വലിയ ആൾക്കാരെ മാത്രമേ അവർക്ക് സേവ് ചെയ്യാൻ താല്പര്യമുള്ളൂ ഹോസ്പിറ്റലുകാർക്ക്. കെൻസോ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ അമ്മയും മകനും ദേഷ്യപ്പെട്ടതും ഈ ഹൈൻമാന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഏവ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാം കൂടി ആലോചിച്ചിട്ട് കിളി പോവും. എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർഡേഴ്സ് ഒക്കെ പോട്ട പുല്ല് എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ആ ചെറിയ പയ്യനെ ഓപ്പറേറ്റ് ചെയ്യും. കാരണം ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ലാണ്ടൊന്നും അല്ല, ഈ മേയറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് താനും. അപ്പൊ ഞാനില്ലെങ്കിലും അവരുടെ ഓപ്പറേഷൻ നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ആ പയ്യന്റെ ഓപ്പറേഷൻ അങ്ങോട്ട് ചെയ്യും. എല്ലാവരെയും എതിർത്തിട്ട് കെൻസോ ഇടപെട്ട പിന്നെ ഓപ്പറേഷൻ സക്സസ് ആവാതിരിക്കില്ല, ആ കുട്ടിയുടെ ഓപ്പറേഷൻ സക്സസ് ആവും. ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ മാറി സ്റ്റേബിൾ ആവും ഹെൽത്ത് ആ കുട്ടിയുടെ. പക്ഷെ ഒരു പണി പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മേയറിന്റെ ഓപ്പറേഷൻ ഉണ്ടല്ലോ അത് സക്സസ് ആവില്ല. ബോയർ എന്ന പേരുള്ള വേറൊരു ഡോക്ടറാണ് അത് ചെയ്തത്. അവർക്കൊന്നും ഇത്ര സ്കില്ലില്ല, അവര് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, മേയർ മരിക്കും. അവരെല്ലാരും കൂടെ വന്നിട്ട് കെൻസോനെ കുറ്റപ്പെടുത്തും, നീ ഞങ്ങൾക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ വന്ന് സഹായിച്ചില്ല, ഇതിനുള്ള പണി നിനക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോവും. അപ്പൊ എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന് കെൻസോയ്ക്ക് അറിയാം. എന്ത് പണിയാണെന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദിവസം രാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവരുടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഈ ഹോസ്പിറ്റലിന്റെ. അപ്പൊ കെൻസോ സോറി പറയാൻ ഹൈനമാന്റെ അടുത്തൊക്കെ പോവും. ഹൈനമാൻ നൈസായിട്ട് ആ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഒരു അനൗൺസ്മെന്റ് അങ്ങോട്ട് നടത്തും. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെഡ് ഓഫ് സർജൻ ഉണ്ടല്ലോ, കെൻസോനെ ആക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ബോയർ എന്ന വേറൊരു ഡോക്ടറിനെ ആക്കും. അപ്പൊ ഇത് കെൻസോയ്ക്ക് ഒരു ഷോക്ക് ആയിരിക്കും. എന്നിട്ട് കെൻസോന്റെ അടുത്ത് ഹൈനമാൻ വന്ന് പറയും, നീ ഇനി ഈ പ്രൊമോഷൻ അല്ല ഒരു പ്രൊമോഷനും പ്രതീക്ഷിക്കണ്ട, നിന്റെ റിസർച്ച് പേപ്പേഴ്സ് ഞാൻ എടുത്തു മാറ്റും, അതും ഞാൻ അപ്രൂവൽ നൽകില്ല. ഇനി നീ ഈ ഹോസ്പിറ്റൽ വിട്ട് വേറെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ വാങ്ങി പോകാനാണെങ്കിൽ അതിനും ഞാൻ ബ്ലാക്ക് മാർക്ക് ഇടും, റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുക. മൊത്തത്തിൽ നീ ഇവിടെ കിടന്ന് നരകിക്കണം, ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ, നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഹൈനമാൻ ഇറങ്ങിപ്പോവും. അത് മാത്രമല്ല ഏവ ഉണ്ടല്ലോ, ഇത് അറിഞ്ഞിട്ട് ഏവ എന്ത് ചെയ്യും, ഒറ്റ തേക്കൽ അങ്ങോട്ട് തേക്കും. കെൻസോനെ മൈൻഡ് ആക്കാണ്ട് ഇറങ്ങിപ്പോവും. എൻഗേജ്മെന്റ് റിംഗ് ഉണ്ടല്ലോ അത് മടക്കി കൊടുക്കും, നീ ഞാനുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഏവ തേച്ചിട്ട് പോവും. അങ്ങനെ ഒരൊറ്റ ഓപ്പറേഷൻ കൊണ്ട് കെൻസോന്റെ ജീവിതം തന്നെ മറിയും. എവിടെയോ എത്തേണ്ട ആളായിരുന്നു, ഇപ്പൊ ഒരു ലോ ലെവൽ ഡോക്ടറായി മാറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയും. നമ്മുടെ കെൻസോന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ചെറിയ ഈ എമർജൻസി ഓപ്പറേഷനും വലിയ എമർജൻസി ഓപ്പറേഷനും എല്ലാം മാക്സിമം വർക്ക് ലോഡ് കെൻസോന്റെ തലയിലാണ് ഇപ്പോ. അപ്പൊ ഇത് കെൻസോയ്ക്ക് ഒരുപാട് ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആരോടും പറയാൻ പോലും ഇല്ല, ഗേൾ ഫ്രണ്ട് വരെ ഇട്ടിട്ട് പോയി. അപ്പൊ ലീബർട്ട് ഫാമിലിയിലെ ആ പയ്യൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്തിയ പയ്യൻ, ആ പയ്യന്റെ ഒക്കെ റൂമിൽ വന്നിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് കെൻസോ ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ട് എനിക്ക് ഒരു കാര്യവും നല്ലത് വന്നില്ലല്ലോ, എത്ര പേരിനെ രക്ഷിച്ചു, എന്നിട്ട് ഒരു കാര്യമില്ല, ഈ ഹൈനമാനും ഇവരൊക്കെ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത്, ഇവരൊക്കെ നശിച്ചു പോവുള്ളൂ, എനിക്ക് ഇവരൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് കരയുന്നുണ്ട് കെൻസോ. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നു പോകും. ഒരു ദിവസം രാത്രി ഒരു കാര്യം സംഭവിക്കും. ഹൈനമാനും ബോയറും ബാക്കി ആ 2 ഡോക്ടർമാരും
ഡോക്ടർമാര് കെൻസോനെ ചീത്ത പറഞ്ഞില്ലേ, അവരെല്ലാവരും തന്നെ ഇവര് പോയി നോക്കുമ്പോൾ മരിച്ചിരിക്കുന്നു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ കാര്യം സംഭവിക്കുന്നത്. കെൻസോന്റെ ശത്രുക്കൾ ഒറ്റയടിക്ക് മരിക്കുകയാണ്. അപ്പൊ അടുത്ത ദിവസം രാവിലെ പോലീസുകാരാണ് കെൻസോനെ വിളിച്ച് എണീപ്പിക്കുക. അവരാണ് ഈ ന്യൂസ് പറയുക, ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും ബാക്കിയുള്ള 3 ഡോക്ടർമാരും മരിച്ചിരിക്കുന്നു, വേഗം ഹോസ്പിറ്റലിലേക്ക് വരൂ എന്നുള്ള കാര്യം പറയും. കെൻസോ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഫുൾ മീഡിയക്കാരാണ്. ഇപ്പൊ കെൻസോ വന്ന് രോഗികളുടെ കാര്യമൊക്കെ അന്വേഷിക്കും. ഇവിടെ വെച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോട്ട് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഇരട്ട കുട്ടികളുണ്ടല്ലോ, ഒരു ആൺകുട്ടിനെ കെൻസോ രക്ഷിച്ചതും ഒരു ഷോക്കിലായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ ട്വിൻസിനെ കാണാനില്ല എന്നുള്ള കാര്യം കൂടെ അവിടുത്തെ നേഴ്സ് വന്നിട്ട് കെൻസോന്റെ അടുത്ത് പറയും. അങ്ങനെ അടുത്ത് നമ്മൾ കാണുന്നത് ഫ്യൂണറലാണ്. ഹൈനമാന്റെ ഫ്യൂണറലാണ് നടക്കുന്നത്. ഏവയ്ക്ക് ഒരേ കരച്ചിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൈനമാൻ ഉള്ളത് കൊണ്ടാണ് ഏവയ്ക്ക് കുറച്ചെങ്കിലും ഒരു വില ഉണ്ടായിരുന്നത്. ഇപ്പൊ സാധാരണ ഒരാളായി മാറിയ ഏവ. ഈ ഫ്യൂണറൽ വെച്ചിട്ടാണ് നമ്മൾ 2 പോലീസുകാരനെ മീറ്റ് ചെയ്യുന്നത്. ഡിറ്റക്റ്റീവ് വിസ്ബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഇൻസ്പെക്ടർ ലുങ്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും വരും. ഈ ലുങ്കെ എന്ന് പറഞ്ഞ ആളിനെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്. ഈ അമേരിക്കയുടെ FBI ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ജർമ്മനിയിലുള്ള സാധനമാണ് BKA എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസി. അതിൽ നിന്നുള്ളതാണ് ലുങ്കെ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളാണ്. കമ്പ്യൂട്ടർ പോലെയുള്ള നോളജ് ആണ് അദ്ദേഹത്തിന്റെ. ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ നിന്ന് സൂക്ഷിക്കുക ഓരോ കാര്യങ്ങളും. ഒരാൾ എന്ത് പറഞ്ഞാലും അയാൾക്ക് അത് ഓർമ്മയുണ്ടാവും എന്ന് അത് എപ്പോൾ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ. ഭയങ്കര ബുദ്ധിയാണ് ഇദ്ദേഹത്തിന്. കെൻസോന്റെ അടുത്ത് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്കായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ദേഷ്യം, ഹൈനമാൻ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്ന ആർക്കാണ്? കെൻസോനാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണോ എന്നുള്ള ചോദ്യമൊക്കെ അങ്ങോട്ട് ചോദിക്കും. കെൻസോ അതിനൊന്നും ഉത്തരവൊന്നും നൽകില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ചോദിക്കും. അപ്പോഴാണ് ലുങ്കി ഒരു കാര്യം പറയുന്നത്, എങ്ങനെയാണ് ഇവർ മരിച്ചത്, ഈ 3 പേരും മരിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രേറ്റ് ഇവരുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. മസിൽ റിലാക്സൻസ് ആണ് ഈ നൈട്രേറ്റ്. അപ്പൊ ഇതെങ്ങനെ ഇവരുടെ ശരീരത്തിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹൈനമാനും ഈ 3 ഡോക്ടർമാരും ഒരുപാട് ഗിഫ്റ്റുകൾ ഈ ഇരട്ട കുട്ടികൾക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ, കാരണം വലിയൊരു മീഡിയ കവറേജ് കിട്ടിയ ഒരു സംഭവമാണ് ഈ ലീബർട്ട് ഫാമിലിന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതും ഈ കുട്ടികൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ട് പല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ചോക്ലേറ്റ് ഇവര് 3 പേരും കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അവരിങ്ങനെ എന്തോ വർത്താനൊക്കെ പറയുന്ന ഇടയിൽ കഴിച്ചതാണ്. അത് കാരണമാണ് അവർ മരിച്ചത് എന്നുള്ള കാര്യം ലുങ്കി ഇവിടെ വെച്ച് കെൻസോന്റെ അടുത്ത് പറയും. അപ്പൊ ഈ കാര്യം ഇത്രേ ഉള്ളൂ. ഇവര് മരിച്ചു. ഇവർക്ക് അതില് കുറ്റവാളി ആരാന്നൊന്നും ഇവർ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കഷ്ടമാണ്. കാരണം ഡയറക്ടറും ഇല്ല, ചീഫ് ഓഫ് സർജനും ഇല്ല, ഒരാളും ഇല്ല. അങ്ങനെ ചെയർമാന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് അവിടെ വെച്ചിട്ട്. ചെയർമാൻ പറഞ്ഞാൽ അറിയാലോ, ഹോസ്പിറ്റലിലെ ടോപ്പ് പൊസിഷനിലുള്ള ആളാണ്. അപ്പൊ അയാൾ കെൻസോനെ വിളിക്കും. അപ്പൊ കെൻസോ ഓൾറെഡി ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ചെയർമാൻ മീറ്റിംഗിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറയും, നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണ്, ചീഫ് ഓഫ് സർജൻ ആയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു, ഇനി നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടി. ഹൈനമാനും ഇല്ല, ആരും ഇല്ലല്ലോ ഇതിനൊന്ന് എതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നൈസായിട്ട് ആ പ്രൊമോഷൻ കെൻസോയ്ക്ക് തന്നെ കിട്ടും. പ്രൊമോഷൻ കിട്ടി എന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ആര് വരും? ഏവ വരും. ഏവ വന്നിട്ട് പറയും, നടന്നൊക്കെ നടന്നു, നമ്മൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇനി അതൊന്നും വേണ്ട, നമുക്ക് പാച്ചപ്പ് ആവാന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് കെൻസോ ഇറങ്ങി അങ്ങോട്ട് പോകും ആ റെസ്റ്റോറന്റിൽ നിന്നും. ഇനി ഒരു ടൈം ജമ്പാണ് സംഭവിക്കാൻ പോകുന്നത്. 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടാണ് ഈ സ്റ്റോറി ഡെവലപ്പ് ആവാൻ പോകുന്നത്. 9 വർഷം മുന്നോട്ട് പോകുന്നു. കെൻസോ ഇപ്പൊ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സർജൻ ആണ്. ഒരുപാട് ഓപ്പറേഷൻ ഒക്കെ നടത്തി ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിലാണ് ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു സ്ഥലത്ത് പോലീസുകാർക്ക് 2 ഡെഡ് ബോഡികൾ കിട്ടും. ആദ്യം ഇവർ വിചാരിക്കും ഇതെന്തോ റോബറിയാണ്, ഒരു തെഫ്റ്റ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവരെ കൊന്നതാണെന്ന് അവർ വിചാരിക്കും. ഒരു ഭാര്യയും ഭർത്താവിന്റെ ഡെഡ് ബോഡിയാണിത്. അപ്പോഴാണ് നമ്മുടെ ലുങ്കെ ഉണ്ടല്ലോ, 9 വർഷം മുന്നേ നമ്മൾ കണ്ട ലുങ്കെ, ബ്രില്യന്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞത്, അദ്ദേഹം വരും. അദ്ദേഹം വന്നിട്ട് പറയും, ഇത് സാധാരണ ഒരു റോബറി അല്ല, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഇവിടെ 3 കേസുകൾ ഇതേപോലെ കുട്ടികളില്ലാത്ത അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ കേസുകൾ 3 വേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പാറ്റേൺ ആണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ ഇത് ജസ്റ്റ് ഒരു റോബറി അല്ല എന്നുള്ളൊരു കാര്യം പറയും. അതേപോലെ ലുങ്കെ ഇനിയൊരു കാര്യം പറയുന്നത്, അഡോൾഫ് ജംഗേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഈ ജംഗേഴ്സ് എന്ന് പറയുന്നത് ലോക്ക് ബ്രേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു റോബറി സീന് കണ്ടപ്പോൾ എനിക്ക് ഇയാളിനെയാണ് ഓർമ്മ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇയാൾക്ക് ഭയങ്കര മെമ്മറിയാണ്, എല്ലാം ഫീഡ് ചെയ്ത് വെക്കുന്ന ആളാണെന്ന്. അപ്പൊ ഈ ലോക്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ ഇത് ജംഗേഴ്സിന്റെ ആണെന്ന് ലുങ്കെ മനസ്സിലാക്കും. അതേപോലെ തന്നെ ഈ ജംഗേഴ്സിനെ ഈ 3 മരണങ്ങൾ നടന്ന സ്പോട്ടിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് വെറുതെ ഒരു കോയിൻസിഡൻസ് അല്ല, അയാൾ ഒരു സസ്പെക്ട് ആയിരിക്കാം എന്ന് പറയും. അപ്പൊ പറഞ്ഞ് ആ ദിവസം രാത്രി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജംഗേഴ്സ് ഉണ്ടല്ലോ, ജംഗേഴ്സിന് ഒരു കാർ വന്ന് ഇടിക്കും. ഒരു കാർ ആക്സിഡന്റിൽ പെടും ജംഗേഴ്സ്. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോവുക. ലുങ്കെ അവിടെ എത്തും. ലുങ്കെ പറയും, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സസ്പെക്ട് ആണ്, ഒരു സീരിയൽ മർഡർ കേസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം, എങ്ങനെയെങ്കിലും ജീവിപ്പിക്കണം, മരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് പറയും. ഇതൊരു ചെറിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ സൗകര്യങ്ങളും ഡോക്ടർമാരൊക്കെ കുറവാണ്.
അപ്പൊ അവര് ആരിനെ വിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെൻസോനെ വിളിച്ചു വരുത്തും. ആ സ്ഥലത്തെ മെയിൻ സർജൻ ആണല്ലോ കെൻസോ വരും. കെൻസോനെ കണ്ടത് ലുങ്കിയക്ക് കാര്യം മനസ്സിലാവും. ലുങ്കിയക്ക് ഒരാളിനെയും മറക്കില്ല. ഇവർ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർ തമ്മിൽ സംസാരിക്കും. അങ്ങനെ കെൻസോ ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കും. മരണത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടും. അപ്പൊ ഈ ബോധം വന്നതും മോൺസ്റ്റർ ഈസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ജംഗേഴ്സ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുകയാണ്. മൊത്തത്തിൽ എന്തോ ഒരു കണ്ട് പേടിച്ചു പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ലുങ്കെ വന്ന് ഇന്റർഗേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എന്തിനാണ് കുട്ടികളില്ലാത്ത അച്ഛനും അമ്മേനെ തന്നെ ഇവർ കൊല്ലുന്നത്? അതും എന്തിനാണ് റോബറി ചെയ്തിട്ട് മിണ്ടാതെ പോവാതെ ഈ കൊല്ലാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ജസ്റ്റ് ലോക്ക് പിക്ക് ചെയ്യാനുള്ള ആള് മാത്രമാണ്, ലോക്ക് ബ്രേക്ക് ചെയ്യൽ മാത്രമാണ് നിന്റെ ജോലി. ഈ കൊല്ലുന്നതൊക്കെ വേറെ ആരൊക്കെയാണ്, അതാരാണ്? ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളൊക്കെ ജംഗേഴ്സിന്റെ അടുത്ത് ലുങ്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെൻസോ അങ്ങോട്ട് വരും. കെൻസോ പറയും, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതൊരു പേഷ്യന്റ് ആണ്, ബോധം ഇപ്പോഴേ വന്നിട്ടേ ഉള്ളൂ, അപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് ലുങ്കേനെ പറഞ്ഞു വിടും. അപ്പൊ ഡോക്ടറാണ് ഇങ്ങനെ ഒക്കെ പറയുന്നത്. അപ്പൊ വേറെ വഴിയൊന്നുമില്ല, ലുങ്കി ഇറങ്ങിപ്പോവും. അങ്ങനെ കെൻസോവും ജംഗേഴ്സും തമ്മിൽ ഒരുപാട് ഇരുന്ന് സംസാരിക്കും. കെൻസോ ആണ് ആദ്യം ഒരുപാട് കാര്യങ്ങൾ, കെൻസോന്റെ പാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുക. ഒരു പയ്യന്റെ ഓപ്പറേഷൻ ആണ് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അതുവരെ ബാക്കിയുള്ളവര് എന്താണ് പറയുന്നത് അത് മാത്രമായിരുന്നു ഞാൻ കേൾക്കാറ്. ആ ഒരു രാത്രിയാണ് ഞാൻ ഒരു സ്വയം തീരുമാനം എടുത്തിട്ട് ഒരു കാര്യം ചെയ്തത്. എല്ലാവർക്കും ഈക്വൽ ഹെൽത്ത് കെയർ നൽകണം എന്നുള്ള കാര്യമൊക്കെ അന്നാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയും. അപ്പൊ കെൻസോ ഒരു ഫ്രണ്ടിനെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ജംഗേഴ്സും അദ്ദേഹത്തിന്റെ കഥയൊക്കെ പറയും. ഒരു ചെറിയൊരു ടോയ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലോക്ക് പിക്ക് ചെയ്തത്. പിന്നീട് അത് എനിക്കൊരു ജോലിയായിട്ട് മാറുകയായിരുന്നു. എന്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും മരിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പൊ ആ ദിവസം രാത്രി കെൻസോ ജംഗേഴ്സ് ആ ഒരു ടോയിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ടോയ് ഒരു ഷോപ്പിൽ കണ്ടിട്ട് അത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ദിവസം രാത്രി. അങ്ങോട്ട് പോയി നോക്കുമ്പോഴാണ് ജംഗേഴ്സിന് കാവലിൽ നിന്നിരുന്ന ആ ഒരു പോലീസുകാരൻ മരിച്ചിരിക്കുന്നു. ജംഗേഴ്സ് ഇത് കണ്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കെൻസോ ഇത് കാണും. എന്നിട്ട് ജംഗേഴ്സിന്റെ പിന്നാലെ ഓടും. അപ്പൊ ഇവർ ഓടി ഒരു പഴയ ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ് ചെല്ലുന്നത്. അവിടെ ഒരാള് നിൽക്കുന്നുണ്ട്. ഒരു ഇരുട്ടിന്റെ മറയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖം ഒന്നും വ്യക്തമല്ല. അപ്പൊ ഇത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യനെ 9 വർഷം മുന്നേ കെൻസോ രക്ഷപ്പെടുത്തിയില്ലേ, ലീബർട്ട് ഫാമിലിയിലെ ആ ഒരു ഇരട്ടകളിലെ ഒരു പയ്യൻ. ആ പയ്യനാണ് ഇത്. ഇവന്റെ പേരാണ് യോഹൻ. അപ്പോഴാണ് ജംഗേഴ്സിന്റെ ശരിക്കുള്ള സ്റ്റോറി പറയുക. ഇത്ര നേരം പറയാൻ കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. യോഹനാണ് ജംഗേഴ്സിനെയും അതേപോലെ വേറെ കുറച്ച് പേരിനെ ഇങ്ങനെ ഒരു കൊട്ടേഷന് വേണ്ടിയിട്ട് ഹയർ ചെയ്തത്. ഓരോ ജോലി കഴിയുമ്പോഴും ഇവർക്ക് ഓരോ റിവാർഡ്സ് കിട്ടിക്കൊണ്ടേയിരുന്നു. 4 കപ്പിളിനെ ഇവർ കൊന്നു. അതൊക്കെ ആരിനെ കൊല്ലണമെന്നോ എങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യമൊക്കെ യോഹൻ പറഞ്ഞു തന്ന പോലെയാണ് ഇവർ ചെയ്തത്. അങ്ങനെ അവസാനം പോലീസുകാർ ഇവരുടെ പിന്നാലെ എത്തിയെന്ന് യോഹൻ അറിഞ്ഞപ്പോ യോഹൻ തന്നെയാണ് ഇവരെയൊക്കെ കൊന്നത്. ജംഗേഴ്സിന്റെ കൂടെ കുറെ പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു മർഡർ ചെയ്യാൻ വേണ്ടി സഹായിച്ചവര്, അവരെയൊക്കെ യോഹൻ തന്നെയാണ് കൊന്നത്. അപ്പൊ ഈ കഥയൊക്കെ കേട്ടിട്ട് കെൻസോ പറയും യോഹന്റെ അടുത്ത്, യോഹൻ നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത്, നീ എന്തിനാണ് ആൾക്കാരെയൊക്കെ കൊല്ലുന്നത്, നീ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പൊ യോഹൻ ഇങ്ങോട്ട് മറുപടി പറയും, യോഹൻ എന്നുള്ളത് എന്റെ ശരിക്കുള്ള പേരല്ല, ലീബർട്ട് ഫാമിലിയിലുള്ളവരാണ് എനിക്ക് യോഹൻ എന്നുള്ള പേര് നൽകിയത്. നീ എന്റെ പാസ്റ്റ് മനസ്സിലാക്കണം, എനിക്ക് വലിയൊരു പാസ്റ്റ് ഉണ്ട്, നീ കാരണമാണ് ഞാൻ ഇപ്പൊ ജീവനോടെ ഉള്ളത്, നീ എനിക്കൊരു അച്ഛനെ പോലെയാണ്, നീ ഒരു പാരന്റിനെ പോലെയാണ് എനിക്ക് എന്നുള്ള കാര്യം യോഹൻ പറയും. അപ്പൊ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നേരത്തെ ഈ കെൻസോ 9 കൊല്ലം മുന്നേ ദേഷ്യപ്പെട്ടിട്ടേ ആ പയ്യൻ ബോധമില്ലാണ്ട് വന്ന് കിടക്കും. ആ പയ്യന്റെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഈ ഹൈനവനും ബാക്കിയുള്ളവർ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അവരെയൊക്കെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കിടക്കുമ്പോൾ നീ വന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അന്ന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, നീ ഇപ്പൊ ചീഫ് ഓഫ് സർജൻ ആയില്ലേ, അതൊക്കെ ഞാൻ കാരണമാണ്, ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടാണെന്ന് പറയും. അപ്പൊ ഇത് കേട്ട് കെൻസോ ഷോക്ക്ഡ് ആവും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹനാണ് ഹൈനമാനെയും ബാക്കിയുള്ള ഡോക്ടർമാരെയൊക്കെ കൊന്നത് ആ ഒരു രാത്രി. അത് കാരണമാണല്ലോ ചീഫ് ഓഫ് സർജൻ ആയിട്ട് കെൻസോ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ജപ്പാനിലേക്ക് തന്നെ മടങ്ങി പോവാന്ന് പറഞ്ഞിട്ട് റെഡിയായി നിൽക്കുന്ന ആളായിരുന്നു കെൻസോ. അപ്പൊ കെൻസോ ഇതൊക്കെ കേട്ട് ഷോക്ക്ഡ് ആവും. യോഹൻ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ജംഗേഴ്സിനെ വെടിവെച്ച് കൊല്ലും. കെൻസോ ഫുള്ള് ഷോക്ക്ഡ് ആണ്. നെക്സ്റ്റ് ഡേ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ലുങ്കെ വരും. ലുങ്കെ കെൻസോനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയാണ്. കെൻസോ എല്ലാ കാര്യങ്ങളും പറയും. നമ്മൾ ഇനി 5ാമത്തെ എപ്പിസോഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ പുതിയൊരു പെൺകുട്ടിനെ നമ്മൾ കാണുകയാണ്. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നീന ഫോർട്ട്നർ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. നീന എന്ന് നമുക്ക് വിളിക്കാം. നീന ഒരു ലോ സ്റ്റുഡന്റ് ആണ്. ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതേപോലെ ജുജുത്സുവിലും മാർഷൽ ആർട്സിലൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള, വൈകുന്നേരം പിസ്സ ഡെലിവറി ഒക്കെ ചെയ്യുന്ന നല്ല സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയും നീനയ്ക്കുണ്ട്. പക്ഷെ എന്തോ ഒരു പ്രശ്നമുള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീനന്റെ പാസ്റ്റ് നീനയ്ക്ക് ഓർമ്മയില്ല. അതായത് ചൈൽഡ്ഹുഡിൽ നടന്ന കാര്യങ്ങളും, ഞാൻ ചെറുപ്പത്തിൽ എവിടെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്തൊക്കെയാ ചെയ്തതെന്നുള്ള കാര്യമൊന്നും നീനയ്ക്ക് ഓർമ്മയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ നീന
നീനയ്ക്കുള്ളൂ. ബാക്കി നീനന്റെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നീനയ്ക്ക് അനോണിമസ് ആയിട്ട്, അതായത് ആരാന്നറിയില്ല, കുറെ ഇമെയിലുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കവിതകളാണ് ആ ഇമെയിലുകളിൽ ഉള്ളത്. ഈ ഓരോ കവിത വായിക്കുമ്പോൾ നീന ഇൻട്രസ്റ്റഡ് ആയി വരികയാണ് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ വേറൊരു കാര്യം കൂടി ഉള്ളത്, നീനയുടെ പാരന്റ്സ് എന്ന് പറയുന്നത് ശരിക്കുള്ള പാരന്റ്സ് അല്ല. നീന ഒരു ഓർഫൺ ആയിരുന്നു. ഇപ്പോൾ ഈ ഫോർട്ട്നർ ഫാമിലി എന്ന് പറയുന്നത് ഫോസ്റ്റർ പാരന്റ്സ് ആണ്. അതായത് നീനനെ ദത്തെടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യം നീനന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവര്. 20ാമത്തെ ബർത്ത്ഡേക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. അപ്പൊ നാളെയാണ് നീനയുടെ 20ാമത്തെ ബർത്ത്ഡേ. അപ്പൊ ഇവര് ഈ കാര്യം പറയാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്, അച്ഛനും അമ്മയും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നീന യോഹനെ കാണും. യോഹൻ കോളേജിലേക്ക് വരികയാണ്. നീനന്റെ അപ്രതീക്ഷിതമായിട്ടാണ് കാണുന്നത്. നീന യോഹനെ കണ്ടതും ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നിട്ട് നീനയുടെ ബോധം പോവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ബോധമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഇമെയിൽ കൂടെ നീനയ്ക്ക് വരും. അതായത് നാളെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് നേരിട്ട് കാണാം, 7 മണിക്ക് ഹൈഡൽബർഗ് കാസിലിൽ വരൂ, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിക്കോട്ടെ, നാളെ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയും. നീനയ്ക്കാണെങ്കിൽ ഇമെയിൽ അയക്കുന്ന ആളുടെ വലിയ താല്പര്യമാണ്, കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നീന അതുപോലെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിന്റെ ഇടയ്ക്ക് കെൻസോ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്ന നോക്കാം. കെൻസോ ഇപ്പൊ ഏത് മോഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ്. ആരാണ് യോഹൻ, എന്തിനാണ് ഇയാള് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് എന്നറിയണം. കെൻസോ അന്ന് ജീവൻ കൊടുത്തതുകൊണ്ടാണല്ലോ യോഹൻ ഇപ്പോൾ ജീവനോട് ഉള്ളത്. അപ്പൊ ഈ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം കെൻസോ ആണെന്നുള്ള ഒരു കുറ്റബോധം കെൻസോനുണ്ട്. ഒരു ആവശ്യമില്ലാത്ത കുറ്റബോധമാണ്, എന്നാലും കെൻസോന് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ കെൻസോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മരണങ്ങൾ നടന്നില്ലേ അവിടെ പോയിട്ട് അന്വേഷിക്കുകയാണ്. അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കും. അപ്പൊ മൈക്കിൾ എന്ന് പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു എന്ന് അവര് പറയും, അടുത്തുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അവിടെ നിന്ന് കെൻസോയ്ക്ക് ഒരു ഐഡിയ കിട്ടും. ഇരട്ട കുട്ടികളായിരുന്നല്ലോ ഇവര്, ഒരു ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്. അപ്പൊ ആൺകുട്ടിയുടെ കാര്യം നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി, യോഹനാണെന്നുള്ള കാര്യം. ഈ പെൺകുട്ടി എവിടെയാണ്? പെൺകുട്ടിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൺകുട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ പോകുന്നത് ഹൈഡൽബർഗ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിന്റെ ഓഫീസിലേക്കാണ്. അവിടെ വെച്ചിട്ട് ജേക്കബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്ററിനെ മീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് കെൻസോ ചോദിക്കുന്നത് 9 വർഷം മുന്നേ മിസ്സിംഗ് ആയിട്ടുള്ള പയ്യന്മാരുടെ ന്യൂസുകൾ എനിക്കൊന്ന് എടുത്തു തരൂ എന്ന് പറയും. ആദ്യമൊന്നും ജേക്കബ് സമ്മതിക്കില്ല. പക്ഷെ കെൻസോ ഇങ്ങനെ നിരന്തരം ഈ ആവശ്യം ഉന്നയിക്കുന്നതോടെ അവസാനം ഒരു വഴിയില്ലാണ്ട് ആ സമ്മതിക്കും. അങ്ങനെ കെൻസോ നോക്കി അത് കണ്ടുപിടിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 വർഷങ്ങൾക്ക് മുന്നേ ഒരു പയ്യൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ കൊടുത്ത ഒരു വാർത്തയാണത്. ഫോർട്ട്നർ എന്നാണ് ഇവരുടെ പേര്, ഈ കംപ്ലൈന്റ് കൊടുത്ത ആളുടെ പേര്, അതിൽ അഡ്രസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ, ഈ ഫോർട്ട്നർ ഫാമിലിന്റെ കൂടെ ആയിരുന്നു ഈ ട്വിൻസ് യോഹനും നീനയും. യോഹൻ പണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയത് കൊണ്ട് ഇപ്പൊ നീന മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ. ആ ഇരട്ടകളിൽ ഒരാൾ മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ. അപ്പൊ ഇത് ഒട്ടും സമയം കളയാനില്ല എന്ന് പറഞ്ഞിട്ട് കെൻസോ ജേക്കബിനെയും കൂട്ടിയിട്ട് ഫോർട്ട്നറിന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ അവരോട് ചോദിക്കും, നീന എവിടെ, നിങ്ങളുടെ മകൾ എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ഫോർട്ട്നർ ആൻസർ ചെയ്യും, അവള് ഹൈഡൽബർഗ് കാസിലേക്ക് പോയതാണ്, ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറയും. അപ്പൊ കെൻസോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കെൻസോ അറിയാലോ ഫുൾ ഇത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഇതിലാണ്, ജേക്കബിനെ ഫോർട്ട്നറിന്റെ കൂടെ ആക്കിയിട്ട് ജേക്കബിന്റെ കാർ എടുത്തിട്ട് നേരെ ഹൈഡൽബർഗ് കാസിലേക്ക് പോവും. ഈ ജേക്കബ് എന്ന ആൾക്ക് ഒരു ബന്ധമില്ല ഇതിലും, എന്നാലും ഈ കെൻസോന്റെ ഈ ഒരു ആവേശം കണ്ടിട്ട് ഇവരുടെ കൂടെ കൂടിയതാണ്. അപ്പൊ കെൻസോ അവിടെ എത്തുന്നതിന്റെ മുന്നേ തന്നെ നീന അവിടെ എത്തിയിട്ടുണ്ട്, ഇയാളെ കാണാൻ വേണ്ടിയിട്ട്, ആരാണ് ഇമെയിൽ അയക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ സർപ്രൈസ് ആയിക്കൊണ്ട് വേറൊരാളാണ് വരിക. ഇയാൾ വന്നിട്ട് ഒരു കാര്യം പറയുന്നത്, നീന നീ ഇവിടെ തന്നെ നിൽക്കണം, നീ ഇവിടെ വെയിറ്റ് ചെയ്യണം, എന്റെ ജോലി എന്ന് പറയുന്നത് നിന്നെ ഇവിടെ തന്നെ നിർത്തുക എന്നുള്ളതാണ്, എന്നെ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്, നീ എങ്ങോട്ടും പോരുതെന്ന് പറയും. ഇപ്പൊ നീന ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഓടാൻ ശ്രമിക്കും, അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ആ പോകുന്നതിന്റെ വഴിക്കാണ് കെൻസോനെ മീറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നീനയും കെൻസോയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷന്റെ ഒക്കെ ഇടയ്ക്ക് എന്ത് സംഭവിക്കും, ആ റാൻഡം ആയിട്ടുള്ള ഒരാളില്ലേ അയാൾ വന്നിട്ട് കെൻസോനെ അറ്റാക്ക് ചെയ്യും. കെൻസോ ഡോക്ടറാണ്, ഈ അറ്റാക്കും ഫൈറ്റും ഒന്നും കെൻസോനെ പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ നീന അറിയാലോ, നീന മാർഷൽ ആർട്സിലൊക്കെ ട്രെയിനിങ് കിട്ടിയതാണ്. നീന അയാളെ അറ്റാക്ക് ചെയ്തിട്ട് രക്ഷപ്പെടുത്തും, കെൻസോനെ രക്ഷപ്പെടുത്തും. അപ്പൊ അതിനുശേഷം ഇവര് രണ്ടുപേരും അയാളോട് ചോദിക്കും, നീ ആരാണ്, ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അയാൾ ഒരു കാര്യം പറയുക, എനിക്കൊരാൾ പൈസ തന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ പെൺകുട്ടിനെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അയാൾക്ക് വേറെ എവിടെയോ എന്തോ ഒരു ജോലിയുണ്ട്, അത് ചെയ്തു തീർക്കാനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയും. അപ്പൊ തന്നെ കാര്യം മനസ്സിലാവും, യോഹന് ഈ ഫോർട്ട്നറിന്റെ വീട്ടിൽ ചെന്നിട്ട് അവരെ കൊല്ലാനാണ് നീനനെ പുറത്ത് എത്തിച്ചത്. ഈ യോഹൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹന്റെ പാസ്റ്റിലുള്ള ഈ ഫോസ്റ്റർ പാരന്റ്സ് ഉണ്ടല്ലോ, അതായത് ദത്തെടുത്തുകൊണ്ടിരിക്കുന്ന പാരന്റ്സിനെയൊക്കെ കൊല്ലുകയാണ് ആക്ച്വലി യോഹൻ ചെയ്യുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വഴിയെ മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ ഇയാളിനെ ടൈ ഉപയോഗിച്ച് കെട്ടിട്ടിട്ട് കെൻസോയും നീനയും കൂടെ കാറിൽ ഫോർട്ട്നറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് തന്നെ. അപ്പൊ കാറിൽ വെച്ചിട്ട് കെൻസോ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും, ഞാൻ ഡോക്ടറാണ്, എന്നെ ഓർമ്മയുണ്ടാവുമല്ലോ, നിന്റെ ബ്രദറാണ് യോഹൻ, നിന്റെ
ശരിക്കുള്ള പേര് ആന എന്നാണ്. ആനയും യോഹനും ഇതാണ് ലീബർട്ട് ഫാമിലി നൽകിയിരിക്കുന്ന പേര്. അപ്പൊ ഇതൊക്കെ കേട്ട് ആന ആകെ ഷോക്ഡ് ആവുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോൾ ആരായാലും ഷോക്ഡ് ആയി പോകും. അങ്ങനെ ഇവര് വേഗം കാർ ഓടിച്ചിട്ട് ഫോർണറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, ഇവര് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് 3 പേര് മരിച്ചിരിക്കുന്നു. ഫോർണർ ഫാമിലിയിലെ അച്ഛനും അമ്മയും മരിച്ചു, ജേക്കബും മരിച്ചിരിക്കുന്നു. ജേക്കബിന് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഇതിൽ ഇടപെടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇതിൽ ഇടപെടുകയും ചെയ്തു, അവസാനം മരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഷോക്കിലൊക്കെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് പോലീസുകാർ വരുന്നത്. 2 പോലീസുകാരാണ് വരിക. അവര് പെട്ടെന്ന് തന്നെ ചോദ്യമൊക്കെ ചെയ്തിട്ട് വരൂ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കെൻസോനെയും ആനിനെയും കൊണ്ട് പോവും. പോകുന്ന വഴിക്ക് കെൻസോന്റെ അടുത്ത് ഇവര് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിൽ കെൻസോയ്ക്ക് ഒരു ഡൗട്ട് അടിക്കും. ഇവരുടെ ഡ്രസ്സിലൊക്കെ ബ്ലഡ് കാണും. കെൻസോന് ഇപ്പൊ എല്ലാവരെയും സംശയമാണ്. പിന്നെ അടുത്ത ഹൈഡൽബർഗ് പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് പറയുമ്പോൾ ഇവർ അങ്ങോട്ടല്ല കൊണ്ടുപോകുന്നത്, ഇവർ വേറെ എങ്ങോട്ടോ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോവും. കെൻസോ ഡോക്ടറാണെന്നുള്ള കാര്യം വരെ അവർക്ക് ഓൾറെഡി അറിയാം. കെൻസോനെ അവർ ഡോക്ടർ എന്ന് വിളിക്കും. അതും കൂടി കേട്ടപ്പോൾ ഉറപ്പിച്ചു ഇതെന്തോ പന്തികേടാണ്, ഇവർ ശരിക്കുള്ള പോലീസുകാരൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചാൻസ് കിട്ടുമ്പോൾ കെൻസോയും ആനയും കൂടെ ഒരു പാലത്തിൽ നിന്നും ഒരു പുഴയിലേക്ക് ചാടുകയാണ്. അവർ നിന്ന് രക്ഷപ്പെടുകയാണ് ആ പോലീസുകാരൻ്റെ നിന്നും. അങ്ങനെ അവരവിടെ രക്ഷപ്പെട്ട് ഇവർ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് വരികയാണ്. ഒരു കാട് പിടിച്ച പോലത്തെ ഒരു സ്ഥലമാണത്. അപ്പൊ അവിടെ വെച്ചിട്ട് നീന ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ചെറിയ കുട്ടിയായിരുന്നപ്പോ തന്നെ അങ്കിളും ഒരു ആന്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ജർമ്മനിലേക്ക് വന്നതാണ്. ആ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന അങ്കിളും ആന്റിയും മരിച്ചു. ഞങ്ങൾ ഒറ്റപ്പെട്ടു. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ലീബർട്ട് ഫാമിലി വന്നിട്ട് ഞങ്ങളെ ദത്തെടുക്കുന്നത്. അങ്ങനെ അവരുടെ കൂടെ ഒരുപാട് കാലം താമസിച്ചിട്ട് ഈ യോഹനാണ് ഈ ലീബർട്ട് ഫാമിലിനെ വെടിവെച്ച് കൊല്ലുന്നത്. അതായത് ലീബർട്ട് ഫാമിലി അച്ഛനും അമ്മനെയും കൊന്നത് യോഹനാണ്, എന്റെ ബ്രദറാണ്. അപ്പൊ ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീബർട്ട് ഫാമിലിനെ കൊന്നതും ആ തോക്ക് എടുത്തിട്ട് ഞാൻ എന്റെ ബ്രദറിന്റെ നേരെ നീട്ടി. അപ്പൊ ഇത് കണ്ടിട്ട് യോഹൻ എന്നോട് പറഞ്ഞു എന്റെ തലയ്ക്ക് തന്നെ നീ വെടിവെക്കണം, ആ വെടിവെച്ചതിന് ശേഷം നീ ആ ഗണ്ണ് വലിച്ചെറിയണം. ചിരിച്ചോണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ യോഹനെ വെടിവെക്കുന്നത്. ആ വെടിവെച്ച യോഹനെയാണ് നീ ആ ഒരു ദിവസം രാത്രി രക്ഷപ്പെടുത്തിയത്. നീ കാരണമാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, ഇത്ര പേര് മരിക്കുന്നതും നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് കെൻസോന്റെ അടുത്ത് ദേഷ്യപ്പെടും. അപ്പൊ ഇത് കേട്ട് കെൻസോം ആകെ ടെൻഷൻ അടിക്കും. അപ്പൊ കെൻസോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിലാണല്ലോ ഇവര് ഒളിച്ചിരിക്കുന്നത്, നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് കെൻസോ നൈസായിട്ട് നാട്ടിലേക്ക് ഒന്ന് ഇറങ്ങും. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കാഴ്ച കാണുന്നത് ഇവരെ കൊണ്ടുപോയല്ല ആ പോലീസുകാർ, അത് ശരിക്കും പോലീസുകാർ തന്നെയാണ്. ഈ കേസ് അന്വേഷിക്കുന്നതും ഈ പോലീസുകാർ തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കെൻസോയ്ക്ക്. കെൻസോ അവരുടെ ചോദ്യം വർത്താനൊക്കെ കേട്ടപ്പോ ഇവര് പോലീസുകാരല്ല, ഇവര് കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് രക്ഷപ്പെട്ടത്. പക്ഷെ ശരിക്കും അത് പോലീസുകാർ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഞെട്ടുന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് കെൻസോ മടങ്ങി വരികയാണ് ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ. അപ്പൊ അവിടെ വെച്ച് നോക്കുമ്പോൾ ആന പോയിരിക്കുന്നു. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് നീന പോയിരിക്കുന്നത്. ഞാൻ നിന്നെ ബ്ലെയിം ചെയ്തത് അറിയാതെയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതി വെച്ചിട്ട് നീന ഇറങ്ങി പോയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ആന എന്ന് പറഞ്ഞാലും നീന എന്ന് പറഞ്ഞാലും ഒരാളാണ്. ആന ലീബർട്ട്, നീന ഫോർട്ട്നർ, രണ്ട് പാരന്റ്സും ഒരേ ആൾക്ക് നൽകിയ പേരുകളാണിത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും സെയിം തന്നെയാണ്. നമുക്ക് ഇതിനോട്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നീന എന്ന് തന്നെ വിളിക്കാം. അപ്പൊ ഈ കേസ് അന്വേഷിക്കാൻ ആര് വരും? നമ്മുടെ ലുങ്ക ഉണ്ടല്ലോ, ലുങ്ക വരും. ലുങ്ക അന്വേഷിക്കുന്നത് ഈ ഫോർട്ട്നർ മരിച്ച ആ കേസല്ല അന്വേഷിക്കുന്നത്. ഹൈഡൽബർഗ് കാസലില് ആരും അറിയാത്ത ഒരാൾ മരിച്ചിട്ടുണ്ട്. ആരാന്ന് മനസ്സിലായോ? നമ്മുടെ നീനനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നില്ലേ, നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരാൾ അടികൂടിയില്ലേ ഇവര് തമ്മിൽ, അയാൾ മരിച്ചിട്ടുണ്ട്. ഈ ഫോർട്ട്നർ മരിച്ച സെയിം ദിവസം അതേ രാത്രിയാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. രണ്ടും 2 സ്ഥലത്താണെന്നേ ഉള്ളൂ. ആ സ്ഥലത്തുനിന്ന് ലുങ്കയ്ക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈ കിട്ടും. അത് ആരുടെ ടൈ ആണ് നമുക്കറിയാം, കെൻസോന്റെ ആണ്. കെൻസോന്റെ ടൈ യൂസ് ചെയ്തിട്ടാണ് ഇയാളിനെ കെട്ടിയിട്ടത് ഇവര്. അപ്പൊ ലുങ്കേന്റെ ബുദ്ധിയെ ഒന്ന് ഇവിടെ നോക്കണം. ലുങ്കി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ഏവനെ കാണാൻ വരും. ഈ ടൈ എന്ന് പറയുന്നത് ഒരു ഡിസൈനർ എക്സ്ക്ലൂസീവ് സാധനമാണ്. അപ്പൊ 9 വർഷങ്ങൾക്ക് മുന്നേ ഈ ടൈ മേടിച്ചവരുടെ ലിസ്റ്റിൽ ഏവന്റെ പേരുണ്ട്. അപ്പൊ ഏവ നീ ഒന്ന് ഓർത്ത് നോക്ക്, ഈ ടൈ നീ ആർക്ക് വേണ്ടി മേടിച്ചതാണ് എന്ന് ചോദിക്കും. അപ്പൊ ഏവയ്ക്ക് ശരിക്കും അറിയാം ഇത് കെൻസോയ്ക്ക് വേണ്ടി മേടിച്ച ടൈ ആണ്, കെൻസോയ്ക്ക് ഒരു ഗിഫ്റ്റ് നൽകിയതാണ്. പക്ഷെ ഏവ പറയും എനിക്കതൊന്നും ഓർമ്മയില്ല, എന്നോട് ഇനി ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറയും. പക്ഷെ ഏവയ്ക്ക് നല്ല ഓർമ്മയാണ്. ഏവ നേരെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് വരും. നമ്മുടെ കെൻസോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരും. ഏവ ഇപ്പോഴും കെൻസോനെ ആലോചിച്ചിരിക്കുകയാണ്. ഏവ വന്നിട്ട് കെൻസോന്റെ അടുത്ത് പറയും നമുക്ക് ഇനി ഒന്നുകൂടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ലുങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ആള് നിന്റെ ടൈ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കേസിന്റെ ഭാഗമായിട്ട്, ഞാൻ അയാളോട് പറയും ഇത് നിന്റെ ടൈ ആണെന്നുള്ള കാര്യം, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് എന്നോട് റിലേഷൻഷിപ്പിൽ വന്നോ എന്ന് ഭീഷണിപ്പെടുത്തും. കെൻസോ പറയും നീ എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട്, നിന്റെ കൂടെ ഞാൻ ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് കെൻസോ ഇറങ്ങിപ്പോവും. ഏവ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നിലവിളിക്കുകയൊക്കെ ചെയ്യും.
ഹോസ്പിറ്റലിൽ നിന്ന്. അത് കഴിഞ്ഞ് ഏവ നേരെ പോകുന്നത് ലുങ്കേനെ കാണാനാണ്. ലുങ്കേന്റെ അടുത്ത് പറയും ഈ ടൈ കെൻസോന്റെ ആണ്, ഞാൻ മേടിച്ചു കൊടുത്താന്ന് പറയും. അപ്പൊ ഇത് കേട്ടതും ലുങ്കേക്ക് ഈ കെൻസോനെ പണ്ടേ ഒരു നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടതും ലുങ്കേക്ക് സന്തോഷവും. ഈ കെൻസോനെ പണ്ടേ ഒരു നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ട്. ഹൈനമാൻ മരിച്ചപ്പോ അതിലാകെ ബെനിഫിറ്റ് ആയത് കെൻസോനാണ്. പക്ഷെ അന്ന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഒരു തെളിവ് കിട്ടും. അപ്പൊ ആ തെളിവ് വെച്ചിട്ട് കെൻസോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലുങ്കെ ഒരു ലോഡ് പോലീസുകാരുമായിട്ട് വരികയാണ്. ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അപ്പൊ കെൻസോ എന്ത് ചെയ്യും? പിടി കൊടുക്കില്ല. ഒരു ആംബുലൻസിൽ നൈസായിട്ട് അപ്പുറത്തൂടെ എസ്കേപ്പ് അടിക്കും. കാരണം കെൻസോയ്ക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നടക്കില്ല ഇപ്പൊ അറസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കെൻസോ എങ്ങോട്ടാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർമി പ്രൈവറ്റ് ട്രെയിനിങ് നടത്തുന്ന ഒരാളുണ്ട്. ഒരു ട്രെയിനറാണ്. ഈ ടാക്ടിക്കൽ ഷൂട്ടിങ്ങും ഈ സ്പൈ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ് ഇയാൾ നടത്തുന്നത്. അപ്പൊ ഈ ഹ്യൂഗോന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് ഗൺ ട്രെയിനിങ്ങും അങ്ങനെ ഈ ടാക്ടിക്കലായിട്ട് പണ്ട് ഒരു സ്കിൽ ഉണ്ടായിരുന്നില്ല, ഡോക്ടർ സ്കില്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്കില്ലാണ് കെൻസോയ്ക്ക്. കെൻസോ ഹ്യൂഗോന്റെ നല്ലൊരു സ്റ്റുഡന്റ് ആവും. അങ്ങനെ കെൻസോ ആ ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ട് കെൻസോ നേരെ പോകുന്നത് വെർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. എന്തിനാണ് പോകുന്നത്, ആരെ കാണാനാണെന്നൊന്നും ഇപ്പൊ അറിയില്ല, നോക്കാം നമുക്ക്. അപ്പൊ ലുങ്കെ കെൻസോന്റെ പിന്നാലെ തന്നെയുണ്ട്. ഈ ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത് ട്രെയിനിങ്ങിന് പോയി എന്നുള്ള കാര്യം വരെ ലുങ്കയ്ക്ക് അറിയാം. ലുങ്കെ ഹ്യൂഗോനെ വിളിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യും. നിന്റെ കൂടെയല്ലേ ഇത്ര കാലം, ഈ 5 മാസക്കാലം കെൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കും. അതൊക്കെ സമ്മതിക്കും ഹ്യൂഗോ. ഹ്യൂഗോ ആളത്ര മോശക്കാരനൊന്നുമല്ല. ഹ്യൂഗോന്റെ അടുത്ത് അവൻ എങ്ങോട്ടാ പോയത് നിനക്കറിയാലോ, നീ പറയുന്നൊക്കെ പറയും. അത് മാത്രം പറയില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പൊ വെർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസിനെ കൊന്ന ലിസ്റ്റിൽ സ്പ്രിഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി വെർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കെൻസോ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. ആ മരണം നടന്ന ആ ഒരു വീട്ടിലേക്ക് ചെല്ലും. അവിടെ വെച്ച് പുതിയൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുന്നുണ്ട്. ഓട്ടോ എന്നാണ് ഇയാളുടെ പേര്. ഒരു കള്ളനാണ് ബേസിക്കലി. അന്ന് അയാൾ അവിടെ കക്കാൻ വേണ്ടി വരികയാണ്. അപ്പോഴാണ് കെൻസോനെ ഓട്ടോ കാണുക. അപ്പൊ ഇവര് ആ ഒരു വീട്ടിനകത്ത് നിൽക്കുമ്പോൾ പോലീസ് വരും. അപ്പൊ ഇവര് ഒരുമിച്ച് രക്ഷപ്പെടുമ്പോഴാണ് ഇവര് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോ ആണ് ഒരു കാര്യം പറയുന്നത്. ആ രാത്രി ഞാൻ ആ കില്ലറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ദിവസം രാത്രി കക്കാൻ ചെന്നപ്പോ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഏത് അപ്പാർട്ട്മെന്റിലേക്കാണ് പോയതെന്ന് എനിക്കറിയാം. ആ കില്ലർ അവിടെ തന്നെ ഉണ്ട്, ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ കള്ളൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതനുസരിച്ച് കെൻസോ നേരെ അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് ഒരാൾ ഒരു തോക്കം പിടിച്ചിരിക്കുന്നത്. ഇതുവരെ നടന്ന പോലെ തന്നെയാണ്. ഓരോ വീക്ക് ആയിട്ടുള്ള ആൾക്കാരനെ യോഹൻ ഹയർ ചെയ്യുക അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഓരോ ആൾക്കാരനെ കൊല്ലാൻ വേണ്ടി വിടുകയാണ്. ഇവിടെ ഈ സ്പ്രിഞ്ചേഴ്സ് ഫാമിലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് യോഹൻ ബ്രെയിൻ വാഷ് ചെയ്തത് ഇയാളിനെ ആയിരുന്നു, ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളിനെ ആയിരുന്നു. അപ്പൊ ഈ ബ്രെയിൻ വാഷ് ചെയ്ത കഥയൊക്കെ കെൻസോനോട് പറയും. എന്നിട്ട് പറയും നീ ഇവിടെ വരുന്ന യോഹൻ അറിയാം, അവന് നിനക്കൊരു മെസ്സേജ് ഇവിടെ വിട്ടുവെച്ച് പോയിട്ടുണ്ട്. അതെവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെൻസോ ആദ്യം പോയില്ല, ഒരു വീട്, സ്പ്രിഞ്ചർ ഫാമിലിന്റെ വീട്, മരണം നടന്ന വീട്, അതിന്റെ ലൈബ്രറിയിലാണ് ആ മെസ്സേജ് ഉള്ളത്. നീ പോയിട്ട് അത് നോക്കിക്കോന്ന് പറഞ്ഞിട്ട് അയാൾ സൂയിസൈഡ് ചെയ്യും. ഇപ്പൊ യോഹൻ ആകെ ഒരു മോൺസ്റ്ററിനെ പോലെയാണ് ഇവിടെ എല്ലാവരും നോക്കി കാണുന്നത്. ഇയാൾക്ക് എന്തോ ഒരു സ്കില്ലുണ്ട്. കെൻസോ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതിന്റെ അപ്പുറമാണ് യോഹൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആ ദിവസം രാത്രി കെൻസോവും ആ ദിവസം രാത്രി എന്താണ് ഈ മെസ്സേജ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓട്ടോവും കെൻസോവും കൂടി ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. ആ മെസ്സേജിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, മോൺസ്റ്റർ ഇൻസൈഡ് ആസ് ഈസ് ഗ്രോയിങ് എന്നാണ് ആ മെസ്സേജിലുള്ളത്. അപ്പൊ കെൻസോന് ഇതൊക്കെ കണ്ട് ദേഷ്യം വരും. അതായത് ഇതൊക്കെ ഒരു ഗെയിം പോലെയാണ് യോഹൻ കാണുന്നത്, അല്ലാണ്ട് ഇതൊന്നും സീരിയസ് അല്ല എന്ന് കെൻസോ മനസ്സിലാക്കുകയാണ്. ഒരു ഡെഡ് എൻഡിലേക്കാണ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെന്നത്. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കെൻസോ അതിലൊന്നും തളരുന്നില്ല. കെൻസോ ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ലീബർട്ട് ഫാമിലി ഉണ്ടല്ലോ, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടാണ്. ഈസ്റ്റ് ജർമ്മനിയിലെ ലീബർട്ട് ഹൗസിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ഇവരെ കുറിച്ചും ഈ കുട്ടികളെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഒരു പേര് പറയുന്നത്. ഏത് ഓർഫനേജ് നിന്നാണ് നീനയും യോഹനും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 511 കിൻഡർഹൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. ഒരു ഓർഫനേജിന്റെ പേരാണിത്. എന്തോ കുറെ സീക്രട്സ് ഉള്ള പോലത്തെ ഒരു സ്ഥലമാണിത്. അപ്പൊ കെൻസോ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇതിപ്പോ വർക്കിംഗ് ഒന്നും അല്ല. പണ്ട് ഇതിൽ വർക്ക് ചെയ്ത ഹാർട്ട്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് ഹെൽത്ത് ഒഫീഷ്യൽ ആയിരുന്നു. അയാള് അടുത്ത് താമസിക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയും. അപ്പൊ കെൻസോ നേരെ ഹാർട്ട്മാനെ കാണാൻ പോവുകയാണ്. അയാളാണ് ഒരുപാട് കഥകൾ ഇങ്ങനെ പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ഓർഫനേജ് ആയിരുന്നു. ഈ കുട്ടികളെ ക്രിമിനൽസ് പോലെയാണ് ഈ ഗവൺമെന്റിലെ ആൾക്കാർ നോക്കി കണ്ടത്. വളരെ കഷ്ടമായിരുന്നു ഈ കുട്ടികളുടെ കണ്ടീഷൻ ആ ഓർഫനേജിലുള്ള. അങ്ങനെ ഒരുപാട് കാലം ഓർഫനേജ് ഇങ്ങനെ തന്നെ നിലനിന്നു, ആ ഒരു ഇൻസിഡന്റ് വരെ. ആ ഇൻസിഡന്റിന് ശേഷം എല്ലാം മാറി എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് കെൻസോ ചോദിക്കും ഏത് ഇൻസിഡന്റ് എന്ന് ചോദിക്കും. അപ്പൊ ഈ ഇൻസിഡന്റിനെ കുറിച്ച് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ട്വിൻസ് ആയിട്ടുള്ള ഒരു ആൺകുട്ടി പെൺകുട്ടി എനിക്ക് ഓർമ്മയുണ്ട്. അതിലെ ആ ആൺകുട്ടി ഉണ്ടല്ലോ ഒരു കലാപം ആ ഒരു രാത്രി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പറയും.
പറയും. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് വലിയൊരു അപ്രൈസിങ്, വലിയൊരു കലാപവും വലിയ വയലന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സ്വാഭാവികമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ആ കോൺവെർസേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നത്. ഈ ഹാർട്ട്മാന്റെ കൂടെ ഒരു ചെറിയ കുട്ടി താമസിക്കുന്നുണ്ട്. ഡൈറ്റർ എന്നാണ് ചെറിയ കുട്ടിയുടെ പേര്. ആ കുട്ടി വരും. അപ്പൊ ഹാർട്ട്മാൻ ആദ്യമൊക്കെ നല്ലൊരാളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഡിന്നർ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയും ഹാർട്ട്മാനും കെൻസോ ഒക്കെ കൂടി ഇരുന്ന് ഡിന്നർ കഴിക്കും. ആ ഡിന്നർ കഴിക്കുമ്പോൾ ആ കുട്ടി പറയും എനിക്കൊരു ഫുട്ബോൾ വേണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറയും. അപ്പൊ കെൻസോക്ക് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കാണ്ട് ഒരു സമാധാനം ഇല്ല. അപ്പൊ കെൻസോ ടാറ്റ നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇന്ന് രാത്രിയായല്ലോ, അപ്പൊ ഇനി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പോണ വഴിക്ക് ഒരു ഫുട്ബോൾ കാണും. അത് മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കെൻസോ കാണുക. ആ കുട്ടിയുടെ ദേഹത്ത് മുഴുവൻ മുറിവുകളായിരിക്കും. എന്ത് പറ്റിയെന്ന് ഹാർട്ട്മാനോട് ചോദിക്കുമ്പോൾ ചേർന്ന് വീണതാന്ന് പറയും. ആരോടെ കള്ളം പറയുന്ന ആലോചിക്കണം. കെൻസോ എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഡോക്ടർക്ക് കണ്ടറിയാ കാര്യം. അപ്പൊ ഹാർട്ട്മാൻ നുണ പറയുകയാണ്. അപ്പൊ ഈ ഹാർട്ട്മാനും ഈ ഗവൺമെന്റിലെ ആരോ ആണ്, ഈ കുട്ടികളെ ഉപദ്രവിച്ച ആരോ ആണ്. ആദ്യമൊക്കെ നല്ല ആളെ പോലെ ഇരുന്നതാണ്, ഇപ്പൊ ആളുടെ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ട്. ഹാർട്ട്മാന് കാര്യം അറിയാം ഇത് കെൻസോ ആണെന്നുള്ള കാര്യം. ഇവൻ ഒളിവിലാണ്, ഒരു ഫ്യൂജിറ്റീവ് ആണ്, പോലീസുകാരിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ആളാണെന്ന് അറിയാം. ഹാർട്ട്മാൻ പറയും ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാന്ന് പറയും. അപ്പൊ കെൻസോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഡൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീനെ എടുത്തിട്ട് ഹാർട്ട്മാനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. ആ കുട്ടീനെ കെൻസോ രക്ഷിക്കുകയാണ്. എന്നിട്ട് ഈ ഹാർട്ട്മാനിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയെ, ഈ ഇരട്ടകളിലെ ആന എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി വേറൊരു ഡിസ്ട്രിക്റ്റിലെ ഓർഫനേജിലായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് പോയിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് കെൻസോ നേരെ ഓർഫനേജിലേക്ക് പോവാണ്. അവിടെ വർക്കിംഗ് ആയിട്ടുള്ള ഓർഫനേജ് ആണ്. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, സാധാരണ പോലത്തെ ഒരു ഓർഫനേജ് ആണ്. അവിടെ പോയിട്ട് ആനയെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഒരു സ്ത്രീയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ട്വിൻസ് ചെക്കോസ്ലോവാക്കിയ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അവരൊരിക്കലും സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടേ ഇല്ല. ഈ ലീബർട്ട് ഫാമിലി ആദ്യം വന്നിട്ട് ദത്തെടുക്കുന്നത് തന്നെ ഈ ഒരു ഓർഫനേജിൽ വെച്ചിട്ടാണ്. അവർക്ക് ശരിക്ക് യോഹനെ മതിയായിരുന്നു. പക്ഷെ യോഹൻ പറഞ്ഞു എന്റെ സിസ്റ്റർ ഇല്ലാണ്ട് ഞാൻ വരില്ല, ട്വിൻ സിസ്റ്റർ ആണല്ലോ, അപ്പൊ സിസ്റ്റർ ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ലീബർട്ട് ഫാമിലി ഈ രണ്ടുപേരിനെയും ദത്തെടുക്കുന്നത്. അപ്പൊ അതിനുശേഷം ഈ 511 കിൻഡർഹേം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഫനേജ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചും ആ സ്ത്രീ ഒരു കാര്യം പറയും. ഈസ്റ്റ് ജർമ്മനിയിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. അത് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിൽ എക്സ്പെരിമെന്റ്സ് നടത്താനാണ് അവര് ആ ഒരു സ്ഥലം ഉപയോഗിച്ചത്. ഇല്ലീഗൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഉണ്ടല്ലോ, മനുഷ്യന്മാരിൽ ഒന്നാമത് എക്സ്പെരിമെന്റ്സ് ചെയ്യാനേ പറ്റില്ല, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു മനുഷ്യന്മാരിൽ ഈ കുട്ടികളിലുള്ള എക്സ്പെരിമെന്റ്സ് അത് നടത്താൻ അവർ ഉപയോഗിച്ച സ്ഥലമാണ് കിൻഡർഹേം എന്നുള്ള സ്ഥലം. അപ്പൊ ഹാർട്ട്മാനും ഇതിന്റെ ആളാണ്, ഇതിലെന്തോ ഒരു ബന്ധമുള്ള ആളാണെന്ന് കെൻസോയ്ക്ക് മനസ്സിലാവും. കാരണം ഈ കാര്യമൊന്നും ഹാർട്ട്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിവ്യൂലോട് കൂടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ അവസാനിക്കുന്നത്. 7 പാർട്ടുകളായിട്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഒന്നാമത്തെ പാർട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.